Hello cuties, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് കുറച്ചധികം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ലിപ്പിലെ പിഗ്മെന്റേഷനും ഡാർക്ക്നെസ് ഒക്കെ മാറാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എൻ്റെ ചുണ്ട് 2 മാസം മുന്നേ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയായി. അപ്പോൾ നമ്മുടെ ഈ ലിപ്പിലെ പിഗ്മെന്റേഷനും ഡാർക്ക്നെസ് ഒക്കെ വരാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഒരു ലിപ് മാസ്കോ അല്ലെങ്കിൽ ഒരു ലിപ് ബാമോ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഡോട്ട് ആൻഡ് കീന്റെ ഈ ഒരു ലിപ് മാസ്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ 2 ഫ്ലേവർ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ചുണ്ടിൽ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ലിപ് ബാമോ ലിപ് മാസ്കോ, നല്ല ഏതെങ്കിലും ബ്രാൻഡിന്റെ കേട്ടോ, ഞാൻ ഈ ഒരു ബ്രാൻഡ് തന്നെ പറയുന്നില്ല, നല്ല ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ലിപ് ബാമോ ലിപ് മാസ്കോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം നമ്മുടെ ലിപ് പിഗ്മെന്റേഷനും ഡാർക്ക്നെസ് ഒക്കെ ഏറെക്കുറെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് വന്നിട്ട് ഓവർനൈറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യാനുള്ളത്. പക്ഷേ ഞാൻ ഓവർനൈറ്റും ചെയ്യാറുണ്ട്, അതേപോലെ ഒരു ലിപ് ബാം ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം നിങ്ങളൊരു ലിപ് ബാം യൂസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു ടവലിൽ ഒപ്പി എടുത്തിട്ട് ലിപ്സ്റ്റിക് ഇടണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാക്സിമം പിഗ്മെന്റേഷൻ വരുന്നത് കുറയും കേട്ടോ. അപ്പോൾ അത് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കും. ഈ ഒരു ഡോട്ട് ആൻഡ് കീൻ്റെ ലിപ് മാസ്ക് 150 അകത്തേ ഉള്ളേ. ഇത് വന്നിട്ട് ഞാൻ വീക്ക്ലി മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു ലിപ് സ്ക്രബ്. ഇതൊരു ആയുർവേദിക് പ്രോഡക്റ്റ് ആണ്, 100% വർക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ്. ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ടാഗ് ആയുർവേദിക് ലിപ് സ്ക്രബ് എന്ന് ടൈപ്പ് ചെയ്താൽ ആ സാധനം കിട്ടും കേട്ടോ. വീക്ക്ലി വൺസോ ടോയ്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. വൺസോ ടോയ്സോ അല്ല, ചിലപ്പോൾ വെറുതെയൊക്കെ നിൽക്കുമ്പോഴും ഞാൻ ജസ്റ്റ് എടുത്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കാറുണ്ട്. നല്ല അടിപൊളി 100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഞാനിത് യൂസ് ചെയ്യുന്നത് എൻ്റെ ഫിംഗർ വെച്ചിട്ടാണ് കേട്ടോ. ഫിംഗർ വെച്ചിട്ട് ഞാനൊരു 5 to 10 മിനിറ്റ്സ് അങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാറുണ്ട്. സ്ക്രബ് ചെയ്യുമ്പോൾ ഭയങ്കര സ്മൂത്തായിട്ടേ ഞാൻ സ്ക്രബ് ചെയ്യാറുള്ളേ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ചുണ്ടിൻ്റെ അറ്റത്തായിട്ട് 2 സൈഡിലും നല്ല ഡാർക്ക്നെസ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ മാക്സിമം നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൈ വെച്ച് സ്ക്രബ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതേപോലെ 2 ചുണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഉരുമി കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ടവൽ വെച്ച് തുടച്ച് കളയാം. നല്ല ചുണ്ട് നല്ല പ്ലംപി ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യാം മറക്കല്ലും. ടാറ്റാ.